എന്നും എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമോ എന്ന്. ഇപ്പോൾ ഐസ്ലൻഡിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിലൊന്ന് പൊട്ടുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് ആശങ്കയായി നിലനിൽക്കുകയാണ്. ഐസ്ലൻഡിലെ ബൗർദാർബുങ്ക പൊട്ടിത്തെറിക്കുമോ എന്ന ഭീതിയിലാണ് ശാസ്ത്രജ്ഞരും ശാസ്ത്രലോകവും. ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളും ഇതിന്റെ പരിസരത്ത് നടന്നുവരികയാണ്. അതായത് ജനുവരി 14-ന് 5 മണിക്കൂറിനിടെ 130 ഭൂചലനങ്ങൾ ഈ അഗ്നിപർവ്വതത്തിലും പരിസരങ്ങളിലും രേഖപ്പെടുത്തിയതോടെയാണ് ആശങ്കകൾ ഉടലെടുത്തത്. ഇതിൽ 5.1% മാഗ്നിറ്റ്യൂഡിലുള്ള ചലനവുമുണ്ടായിരുന്നു. മാത്രമല്ല 130 ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ റിക്ടർ സ്കെയിലിൽ 5.1 മുകളിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പവുമുണ്ടായി. 17 ഭൂകമ്പങ്ങൾ 3 മാഗ്നിറ്റ്യൂഡിന് മുകളിലായിരുന്നു. ഐസ്ലൻഡിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത മേഖലകളിലൊന്നാണ് ബൗർദാർബുങ്ക. മാത്രമല്ല ഏറെ അതിശക്തമായ ഭൂചലനങ്ങൾ നടന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. 2014-15 കാലത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഐസ്ലൻഡിന്റെ 300 വർഷ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ദുരന്തമായിരുന്നു. അന്ന് വലിയ ലാവാ പ്രവാഹത്തിനു പുറമെ അന്തരീക്ഷത്തിലേക്ക് സൾഫർ ഡയോക്സൈഡ് വാതകം വലിയ അളവിൽ അന്നത്തെ പൊട്ടിത്തെറി പുറന്തള്ളുകയും ചെയ്തു. 190 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ഭൂരിഭാഗം ഐസ് മൂടിക്കിടക്കുന്ന ഇടമാണ്. 2014 ഓഗസ്റ്റിലാണ് ഇതിനു മുമ്പ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി ഇവിടെ ഭൂചലനങ്ങൾ വർദ്ധിക്കുന്നത് ശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സമീപ ദിവസങ്ങളിൽ ഭൂചലനങ്ങളുടെ എണ്ണം കുത്തനെ ഉയർന്നത് ആശങ്ക കൂട്ടുകയാണ്. ഭൂകമ്പങ്ങൾ പ്രദേശത്തെ മാഗ്മ ചലനത്തെ സൂചിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചലനത്തെ സൂചിപ്പിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കുന്നതിലാണ് ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഈ ഹിമാനിയിൽ പൊതിഞ്ഞുകിടക്കുന്ന അഗ്നിപർവ്വതത്തെ നിരീക്ഷിക്കുന്നതും പഠനങ്ങൾ നടത്തുന്നതും ശാസ്ത്രജ്ഞർക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2000 മീറ്റർ ഉയരവുമായി ഐസ്ലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വത മേഖല കൂടിയാണ് ബൗർദാർബുങ്ക. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.